വൈകുന്നേരത്തെ വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതേ ദീപോട്ടിൻ്റെ ഫ്രണ്ട് ഋഷേഷേട്ടൻ വിളിച്ചു കേട്ടോ. പരിപാടിയൊന്നും ഇല്ലെങ്കിൽ വീട്ടിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്കീൻ്റെ അടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇങ്കിക്ക് കഴിക്കാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമൃതം പൊടി എല്ലാം എടുത്തിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് ഇതേ പോവുകയാണ്. സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്നത്. അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ആയിട്ടും ദീപോട്ടിനും ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോവും. അങ്ങനെ അവിടെ എത്തി ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് ദീപോട്ടിനും ആയിട്ടും പോയി. അപ്പോൾ ഇതേ അവിടെ റിച്ചുട്ടൻ ഉണ്ട് കേട്ടോ. റിച്ചുട്ടനും ഇങ്കിയും തമ്മിൽ 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഋഷേഷേട്ടൻ്റെ അമ്മ അവിടെ ഇതേ സീരിയലും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും റിച്ചൂട്ടന് കഴിക്കാൻ കൊടുക്കേണ്ട സമയമായി. അപ്പോൾ ശ്രീജ കഴിക്കാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇങ്കിക്ക് റിച്ചൂട്ടൻ ആ ചെയറിലിരിക്കുന്നത് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. റിച്ചൂട്ടന് ഇങ്കി ശ്രീജയുടെ മടിയിലിരിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ മൊത്തം അവിടെ ഒരു ബഹളമായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ അവന് കഴിക്കാൻ കൊടുത്തിട്ട് ഇതേ ഇങ്കിനെ താഴത്തേക്ക് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടപ്പോൾ അവൻ പോവാതെ ദേ അവിടെ തന്നെ തൂങ്ങി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇതേ രേഷ്മ ചേച്ചി നിധിഷേട്ടനും കുട്ടികളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. രേഷ്മ ചേച്ചി നല്ലൊരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് ചിത്രം വരയ്ക്കും. അപ്പോൾ അതേ മതിലിൽ അവിടെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം മഴയുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ ചിത്രം വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് സംസാരിച്ചിരിക്കുകയാണ്. ചേച്ചി ഇതേ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ദീപോട്ടനും ആയിട്ട് എത്തി. വീട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വന്നത്. അപ്പോഴേക്ക് ഇങ്കി അവരെ കണ്ടപ്പോൾ ദീപോട്ടൻ്റെ അടുത്തേക്ക് ചാടി. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, ഓരോ കോമഡിയൊക്കെ പറഞ്ഞു, ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്നു തുടങ്ങിയപ്പോൾ ശ്രീജ പറഞ്ഞു എന്നാൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ദോശ ഉണ്ടാക്കുമായിരുന്നു. രേഷ്മ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും നേരം തൊട്ടിയിൽ കടന്നുകൊണ്ടിരുന്ന ആൾ എങ്ങനെയാണെന്നറിയില്ല വണ്ടി കയറിയപ്പോൾ ചാടി എഴുന്നേറ്റു. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ ബൈ, സീ യു.